ഇനി പകുതി വില തട്ടിപ്പിലേക്കാണ്. ഈ തട്ടിപ്പിൽ നിരവധി പേർ തൃശൂർ ജില്ലയിലും കെണിയിൽ വീണതായി പോലീസിന്റെ കണ്ടെത്തൽ വരികയാണ്. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സീഡ് സൊസൈറ്റിക്ക് കീഴിൽ ഇതുവരെ 2 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ തട്ടിപ്പിനിരയായവരിൽ പലരും പരാതി നൽകാൻ തയ്യാറാകുന്നില്ലെന്നും പോലീസ് പറയുന്നു. അന്തിക്കാട് സീഡ് സൊസൈറ്റിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത 7 പേരുടെ പരാതിയിലാണ് പകുതി വില തട്ടിപ്പിൽ തൃശൂരിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. 4 പേർക്ക് ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്തും 3 പേർക്ക് ഗൃഹോപകരണങ്ങൾ വാഗ്ദാനം ചെയ്തും പണം തട്ടിയെന്നായിരുന്നു പരാതി. അന്തിക്കാട് മണലൂർ മേഖലയിൽ മാത്രം 71 പേർ തട്ടിപ്പിനിരയായെന്നാണ് പോലീസിന്റെ കണക്ക്. എന്നാൽ തട്ടിപ്പിനിരയായവരിൽ അധികവും പരാതിയുമായി മുന്നോട്ട് വരുന്നില്ല. തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണൻ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിൽ ജില്ലയിൽ ഒട്ടേറെ കുടുംബങ്ങൾ ഇരയായിട്ടുണ്ട്. ജനപ്രതിനിധികളും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുമടക്കം തട്ടിപ്പിൽപ്പെട്ടെങ്കിലും നാണക്കേട് മൂലവും കേസിൽ പ്രതിയാകുമോ എന്ന് ഭയന്നുമാണ് പലരും പരാതി നൽകാൻ തയ്യാറാവാത്തത്. ഞങ്ങളെ ഇരകളാക്കപ്പെടുകയാണോ ചെയ്തത്? കാരണം ഞങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങളതിനെ ഇങ്ങനെ വിളിച്ച് അനന്തകൃഷ്ണനും അതുപോലെ ബോർഡ് മെമ്പർമാരൊക്കെ ഇങ്ങനെ നല്ല കാര്യം ഉണ്ടെന്ന് വെച്ചാൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഉപകരിക്കുന്ന ജീവിതം, അവരുടെ ജീവിതം നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കുറേ പ്രോജക്റ്റുകൾ ഉണ്ട്. അതിങ്ങനെ പകുതി കളിക്കാണ് നമ്മൾ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളതിനെ കബളിപ്പിക്കപ്പെടുകയാണ് ശരിക്കും ചെയ്തത്. ഞങ്ങളെ സമീപിച്ച് ഇത് സീഡ് രൂപീകരിച്ചെങ്കിലും ഞങ്ങളത് അപ്പം തന്നെ വർക്ക് തുടങ്ങാതെ ഇവർ ചെയ്യുന്ന പ്രോജക്റ്റുകൾ പോയി കാണും. മൂവാറ്റുപുഴയൊക്കെ ഞങ്ങൾ പോയിട്ട് അവരവിടെ ക്യാമ്പൊക്കെ നടത്തിയിരുന്നു. ക്യാമ്പയിൻ മറ്റേ മെമ്പർഷിപ്പ് ക്യാമ്പയിനും അതുപോലെ തന്നെ അവിടെ പദ്ധതി വിതരണം ഉണ്ടായിരുന്നു, വിശദീകരണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കുറേ ആളുകൾ, നമ്മുടെ സീഡിൽപ്പെട്ട ആളുകൾ അവിടെ പോയി കണ്ടപ്പോൾ അവിടെ എല്ലാ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കന്മാരും വരുന്നു. ആ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മളും വിശ്വസിച്ച് പോയി. വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കീഴിലും 50-ലധികം പേർ തട്ടിപ്പിനിരയായിട്ടുണ്ട്. എന്നാൽ ഇതുവരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത് ഒരാളുടെ മാത്രം പരാതിയിലാണ്. അതേസമയം പ്രതിസ്ഥാനത്തുള്ളവരിൽ ചിലരും പരാതിയുമായി എത്തുന്നതും പോലീസിന് തലവേദനയാവുകയാണ്. തൃശൂർ, ഗുരുവായൂർ, മണലൂർ, ഇരിങ്ങാലക്കുട, വടക്കാഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലായി സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന പേരിലുള്ള NGOയ്ക്ക് കീഴിൽ സൊസൈറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ റൂറൽ, സിറ്റി പോലീസുകളും സ്പെഷ്യൽ ബ്രാഞ്ചും രഹസ്യമായി വിവരങ്ങൾ തേടുന്നുണ്ടെങ്കിലും ആളുകളിൽ നിന്നും വേണ്ടത്ര പിന്തുണയില്ലാതെ പോകുന്നത് ഉദ്യോഗസ്ഥർക്കും ബുദ്ധിമുട്ടാവുകയാണ്. ന്യൂസ് മലയാളം, തൃശൂർ.